ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു കീ ടു ഹാപ്പിനെസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അക്കി റൊട്ടിയാണ് കേട്ടോ. ഇത് നമ്മൾ അരി വെച്ചുണ്ടാക്കുന്ന, അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അതിനൊരു പ്രത്യേക ഒരു ഇല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ദില്ലീവ്സ് എന്ന് പറയും. ആ ഇല ഇട്ടിട്ടുണ്ടാക്കുന്നതിന് ഭയങ്കര ഒരു മണമാണ്. കഴിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചട്നി വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. കുറച്ച് തേങ്ങ, സവാള, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ ഞാൻ അയ്മോദകം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിൽ എന്താണ് അയ്മോദകം എന്നാണ് പറയാൻ തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ദില്ലീവ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ദില്ലീവ്സാണ് കൂടുതൽ മല്ലിയില എടുത്തേക്കുന്നത്. അപ്പോൾ ദില്ലീവ്സ് കിട്ടാത്ത ആൾക്കാർക്ക് മല്ലിയില കിട്ടും. മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തുണ്ടാകും. അതൊക്കെ എല്ലാവർക്കും നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയും പിങ്ക് കളറിൽ ഇരിക്കുന്ന പിങ്ക് സോൾട്ടാണ് കേട്ടോ. പിങ്ക് സോൾട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിലാണ് നനയ്ക്കുന്നത്. ആദ്യം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ നനയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഇടുന്നുണ്ട്. എല്ലാം ഒരുമിച്ചാണ് ഇടുന്നത്. നമുക്ക് വന്ന് എല്ലാം മിക്സ് ആക്കി കൊടുക്കാം. ദില്ലീവ്സ് ഭയങ്കര മണമാണ്. ദില്ലീവ്സ് നമ്മളുടെ കേരളത്തിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഇപ്പം ദില്ലീവ്സ് ഇല്ലാത്ത ആൾക്കാരിൽ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മല്ലിയില മാത്രം ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ നാട്ടിലൊക്കെ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തിയിട്ട് നമുക്ക് പാനിലിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം എനിക്കിപ്പോൾ ഇലയൊന്നുമില്ല, ഞാൻ പാനിൽ തന്നെ വെച്ച് പരത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ നമ്മൾ ചപ്പാത്തിയിലേക്ക് മാവ് നനയ്ക്കുന്ന കണക്ക് നനച്ചെടുക്കാം. ഇതൊരു വെറൈറ്റി സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് ആക്ച്വലി ഇത് കഴിക്കാൻ നമുക്ക് ചമ്മന്തിയൊക്കെ കൂട്ടിയാണ് യൂഷ്വലി കഴിക്കാറ്. ഇത് മാത്രം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇത് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ലീവ്സ് ഭയങ്കര അവൈലബിൾ ആണ്. ഇവിടെ കുറേ ഇങ്ങനെ ലീവ്സുകൾ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ ലീഫ് ഇലവർഗ്ഗങ്ങൾ ചെല്ലുകയും ചെയ്യും. നല്ലതുമാണല്ലോ. ഞാനൊന്ന് കൈ കൊണ്ട് നനയ്ക്കുകയാണ് കേട്ടോ. അപ്പം ഈ സൈഡെല്ലാം ഒന്നും ആവാണ്ടിരിക്കുന്നുണ്ട്. മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുത്ത് ചുട്ടെടുത്താൽ മതി. എനിക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കിട്ടിയിട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ എണ്ണ പുരട്ടിയിട്ട് അതിനകത്ത് വെച്ച് കൈ കൊണ്ട് തന്നെ പരത്തി എടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. ഒന്നും ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയാണ് കേട്ടോ ബെസ്റ്റ്. വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് ഞാൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ ഒന്ന് മറിച്ചപ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങനെ വന്നു കേട്ടോ. അത് നമുക്ക് എടുത്തിട്ട് നേരെ പാനിലോട്ടിടാം. നമുക്കിത് പാനിലിട്ടിട്ട് അപ്പുറം ഇപ്പുറം ചുട്ടെടുക്കാം. ചെറുതായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മരിച്ചെടുക്കാം. അപ്പോൾ അധികം വേവില്ല, കാരണം നമ്മൾ ഓൾറെഡി ചൂടുവെള്ളത്തിലാണ് നനച്ചിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നായിട്ട്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് വൈറ്റായിട്ട് കാണുന്നത് ആക്ച്വലി നമ്മുടെ തേങ്ങയാണ് കേട്ടോ.
അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അക്കി റൊട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നല്ല ടേസ്റ്റാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ അറിയിക്കണേ.